ഹലോ ഫ്രോയൻഡ് ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്, പൊസസീവ് ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബെസ്റ്റിംഡർ, ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, നെഗാക്സിയോൺ ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അതിലെ ഒരു മസ്കുലിനും ഫെമിനിനും നോയിത്രോം ഉണ്ട് പ്ലൂറാൽ വരുമ്പോഴുള്ള ചേഞ്ചസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പൊസസീവ് ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ് നോക്കാം. അതായത് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു കേസസ് പഠിക്കാനുണ്ട്. നോമിനാറ്റീവ് കേസ്, അക്യുസാറ്റീവ് കേസ്, ഡാറ്റീവ് കേസ് ഉണ്ട്, ഗെനറ്റീവ്. നോമിനാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ്, അതായത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെയാണ് നമ്മൾ നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് നമ്മൾ തുടങ്ങുമ്പോഴേതാ സബ്ജക്റ്റ്, പിന്നെ വെർബ് എന്താണോ ക്രിയ, ചെയ്യുന്ന ക്രിയകൾ എന്താണോ അതാണ് ആ ഒരു സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് സബ്ജക്റ്റ്, വെർബ്. ആ ഒരു കേസിന് പറയുന്നതാണ് നോമിനാറ്റീവ്. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ പറയുന്നതാണ് നോമിനാറ്റീവ്. ഇനി നമുക്ക് പൊസസീവ് ആർട്ടിക്കിൾ പഠിക്കാം. അതായത് ഓരോ പേഴ്സണൽ പ്രൊനോമൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പേഴ്സണൽ പ്രൊനോമൻ നമുക്ക് ഏതൊക്കെയായിരുന്നു? ഈഷ്, ദു, എർ, സി, എസ്, അങ്ങനെയുള്ള ഓരോന്നും പഠിച്ചു. ഇന്ന് നമുക്ക് അതിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ സിംഗുലാർ പേഴ്സണൽ പ്രൊനോമൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പഠിക്കാം. അതിലെങ്ങനെയാണ് ഓരോ മസ്കുലിനും ഫെമിനിൻ നോയിത്രോം പ്ലൂറൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാം. ബെസ്റ്റിംഡറും ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ പഠിച്ചപ്പോഴേക്കും ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സെയിം ഇതിലും വരുന്നത്. ഓക്കെ, ഇഷ് വരുമ്പോൾ, ഇഷ് എന്താ? ഞാൻ. ഇഷ് ഞാൻ. മൈൻ, ഇഷ് ഞാൻ മൈൻ വരുമ്പോഴേക്കും അതിൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ മൈൻ, അതായത് എൻ്റെ, ഞാൻ, എൻ്റെ. പിന്നെ ഇതിൽ മസ്കുലിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, സോൺ എന്ന് പറഞ്ഞാൽ സൺ, എൻ്റെ മോൻ എന്നാണ്. അപ്പോൾ ഇഷിൻ്റെ പൊസസീവ് ആർട്ടിക്കിളാണ് മൈൻ. പിന്നെ സോൺ, അതൊരു മസ്കുലിൻ നോമനാണ്. സോൺ, മകൻ എന്നുള്ളത് ഒരു മസ്കുലിനാണല്ലോ, പുല്ലിംഗാണല്ലോ. അപ്പോൾ അത് മൈൻ സോൺ. ഇഷിൻ്റെ പൊസസീവ് ആർട്ടിക്കിളാണ് മൈൻ. എക്സാമ്പിൾ മൈൻ സോൺ, എൻ്റെ മകൻ. ദു വരുമ്പോഴേക്കും ദൈൻ സോൺ, നിന്റെ മകൻ. എർ, അവൻ. സൈൻ സോൺ, അവൻ്റെ മകൻ. സി, അവൾ. ഇയർ സോൺ, ഐ സ്മോൾ ലെറ്റർ എഴുതണം കേട്ടോ, ഐ സ്മോൾ എഴുതണം. ഇയർ സോൺ, അവളുടെ മകൻ. എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ. സൈൻ, അതിൻ്റെ മകൻ. സൈൻ സോൺ, അതിൻ്റെ മകൻ. ഇനി ഫെമിനിൻ വരുമ്പോഴേക്കും ഈ മൈൻ എന്നുള്ളത് മൈന്, ഒരു ഈ കൂടെ എക്സ്ട്രാ ആയിരുന്നു. നമ്മൾ ബെസ്റ്റിംഡറും ബെസ്റ്റിംഡറൊക്കെ പഠിച്ചപ്പോഴേക്കും അതിൻ്റെ ഫെമിനിൻ എങ്ങനെയായിരുന്നു? ബെസ്റ്റിംഡറിൽ ദി ആയിരുന്നു. മസ്കുലിൻ വരുമ്പോൾ ദർ, ഫെമിനിൻ വരുമ്പോൾ ദി, നോയിത്രം വരുമ്പോൾ ദസ്, പ്ലൂറൽ വരുമ്പോൾ വീണ്ടും ദി. അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. നോക്കാം. ഫെമിനിൻ വരുമ്പോൾ മൈന് സൈറ്റ്, മൈന് സൈറ്റ്. സൈറ്റ് മീൻസ് സമയം, എൻ്റെ സമയം. ദു വരുമ്പോൾ ദൈന് സൈറ്റ്, ദൈനേ എന്ന് വായിക്കരുത്, ദൈന് സൈറ്റ്. എർ വരുമ്പോൾ സൈന് സൈറ്റ്. സി വരുമ്പോൾ അവൾ, അവളുടെ സൈറ്റ്, ഇയർ സൈറ്റ്. എസ്, ഇതിൻ്റെ, സൈന് ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ, സൈറ്റ് അതിൻ്റെ സമയം. സൈറ്റ് ഒരു ഫെമിനിനാണ്, സൈറ്റ്. ഇനി നോയത്രം വരുമ്പോഴേക്കും ഇഷ് വരുമ്പോൾ മൈൻ കിൻഡ്, മസ്കുലിൻ്റെ സെയിം തന്നെയാണ്, മൈൻ കിൻഡ്. ദു ദൈൻ കിൻഡ്. എർ വരുമ്പോൾ സൈൻ കിൻഡ്, അവൻ്റെ കുട്ടി. കിൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ്. കുട്ടി ഒരു നോയത്രം വാക്കാണ്, നോയത്രമാണ് കിൻഡ്. സി, ഇയർ കിൻഡ്, അവളുടെ കുട്ടി. എസ്, സൈൻ കിൻഡ്, അവൻ അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ കുട്ടി. ഇനി പ്ലൂറാൽ വരുമ്പോഴേക്കും ഇഷ് വരുമ്പോൾ മൈന്, ഫെമിനിൻ പോലെ തന്നെയാണ്, മൈന് എൽട്ടേൺ എന്ന് പറഞ്ഞാൽ പാരൻസ്, മൈന് എൽട്ടേൺ. ദു വരുമ്പോൾ ദൈന് എൽട്ടേൺ. എർ സൈന് എൽട്ടേൺ, അവൻ്റെ പേരൻസ്. സി, ഇയർ എൽട്ടേൺ, അവളുടെ മാതാപിതാക്കൾ. എസ്, സൈന് എൽട്ടേൺ, അതിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പേരൻസ്. ഒന്നുകൂടെ നോക്കാം. ഇഷ് വരുമ്പോൾ മൈൻ സോൺ. ദു വരുമ്പോൾ ദൈൻ സോൺ. എർ വരുമ്പോൾ സൈൻ സോൺ. സി വരുമ്പോൾ ഇയർ സോൺ. എസ് സൈൻ സോൺ. ഫെമിനിൻ കേസിൽ സൈറ്റ് ഒരു ഫെമിനിൻ നോമനാണ്.
ഈ സൈറ്റിൻ്റെ ഇസഡ് ഞാൻ ക്യാപ്സിലോക്ക് ഇട്ടിരിക്കുന്നത്, അതായത് ഏത് നോമൻ, ജർമ്മൻ ലാംഗ്വേജിൽ ഏത് നോമൻ അല്ലെങ്കിൽ ഏത് നൗൺ തുടങ്ങുന്നു എന്തും ആയിക്കോട്ടെ, അതിനെല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലോക്ക് ആയിരിക്കും. കിൻഡ് ഒരു ക്യാപ്സ് ലെറ്റർ ആയിരിക്കണം. മാതാപിതാക്കൾ അങ്ങനെ ഒരു വാക്ക് വരികയാണെങ്കിൽ അതിൽ തുടക്കമൊന്നല്ല, ഇടയ്ക്ക് വന്നാലും നമ്മൾ ഇംഗ്ലീഷിലെ തുടക്കത്തിലായിരിക്കും എല്ലാം ക്യാപ്സിലോക്ക് എഴുതുന്നത്. അതുപോലെ കൺട്രീസിൻ്റെ പേര്, ഗോഡ് എന്നൊക്കെ എഴുതുമ്പോൾ തുടക്കത്തിലല്ലെങ്കിലും ഇടയ്ക്കാണെങ്കിലും നമ്മൾ ക്യാപ്സിലോക്ക് ഇടും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഏതൊക്കെ നോമനാണോ ഒരു സെൻറ്റൻസിൽ വരുന്നത് അതിലൊക്കെ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലോക്ക് ഇടണം. അതുകൊണ്ടാണ് ഞാൻ മൈനസ് സൈറ്റ് എന്നിട്ടിട്ട് അതിൻ്റെ സെക്കൻഡ് സൈറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഞാൻ ക്യാപ്സിലോക്ക് ഇട്ടത്. മൈനസ് സൈറ്റ്, ദൈനസ് സൈറ്റ്, സൈനസ് സൈറ്റ്, ഇയറസ് സൈറ്റ്, സൈനസ് സൈറ്റ്, മൈൻ കിൻഡ്, ദൈൻ കിൻഡ്, സൈൻ കിൻഡ്, ഇയർ കിൻഡ്, സൈൻ കിൻഡ്. നോ ഇത്രയും കേസാണത് പ്ലുറാൽ വരുമ്പോഴേക്കും. മൈന് എൽട്ടേൺ, ദൈന് എൽട്ടേൺ, സൈന് എൽട്ടേൺ, ഇയർ എൽട്ടേൺ, സൈന് എൽട്ടേൺ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഇതിൻ്റെ സിംഗുലർ, പ്ലൂറൽ, പേഴ്സണൽ പ്രൊനൗമിൻ്റെ പൊസസീവ് ആർട്ടിക്കിളെ കുറിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ സിംഗുലാർ കേസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് പ്ലൂറലിൻ്റെയും കൂടെ നോക്കാം. ഓക്കെ അല്ലേ? ചിയേഴ്സ്.